ഈ തള്ളപ്പത് വന്ന് വന്ന് വെറും കടത്തം തന്നെയാണല്ലോ. ഓ തള്ളേ, നിങ്ങക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാ? നീ എന്താ അങ്ങനെ ചോദിച്ച്? അല്ല, 2-3 ദിവസമായി നിങ്ങൾ ഈ കടപ്പ് തുടങ്ങിയിട്ടേ വീട്ടിലത്തെ ഒരു പണി പോലും ചെയ്യണില്ല. അതൊക്കെ പോട്ടെ, ആ കുട്ടീനെയും കൂടി ഇത്തിരി നേരം നോക്കണില്ല. ഇവിടുത്തെ പണികൾ മൊത്തം ഒറ്റയ്ക്ക് ചെയ്തിട്ട് എനിക്ക് മതിയായി. എനിക്ക് എന്താണാവോ കുട്ടിയെ, ഭയങ്കര ക്ഷീണം, എണിച്ച് നിൽക്കാൻ പോലും വയ്യ. ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. ഏത് നേരം നോക്കിയാലേ ഈ ഇരിപ്പും കടപ്പും തന്നെയാണല്ലോ. പിന്നെ എങ്ങനെ എണിച്ച് നിൽക്കാൻ സഹായിക്കുക? നിങ്ങളുടെ അഭിനയൊക്കെ മതിക്കിട്ടേ അവിടുന്ന് എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ ഞാനും നിങ്ങളെ പോലെ പോയി കിടക്കും. 40 വയസ്സായിട്ടുള്ളൂ. കാട്ടിക്കൂട്ടിൽ കണ്ടാലോ ഇന്നോ നാളെ ചാവും പറഞ്ഞ പോലെയാണ്. വേഗം എണിച്ച് അടുക്കളയ്ക്ക് വാ, പണി ഒന്നൊന്നും ആയിട്ടില്ല. എന്നാ ഈ ഉള്ളി മുറിക്ക്. നിനക്ക് എന്താ പറ്റി? ഇനി വല്ല മാറാരോഗം ഇരിക്കുമോ? ഏത് നേരം നോക്കിയാൽ ഇവര് ഛർദി തന്നെ. ഇതെങ്ങെങ്കിലും ആവട്ടെ. അയ്യോ, അതെ എവിടേക്കാ? ഇവിടെ അടുക്കളയിൽ പണികളുണ്ട്. എനിക്ക് വയ്യ കുട്ടിയെ, തീരെ വയ്യ, ഒന്ന് കിടക്കണം. കിടന്നോ, എത്ര നേരം വേണമെങ്കിലും കിടന്നോ. പക്ഷേ തിങ്ങാനും കുടിക്കാനുള്ള സമയമാകുമ്പോഴേ അവിടെ നിങ്ങടെ എണിച്ച് വരാണ്ടിരുന്നാ മതി. പച്ച വെള്ളം തരില്ല ഞാൻ നിങ്ങക്ക്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് തലയ്ക്ക് വില കുലുക്കുണ്ടോ നോക്ക്. തന്തം മേടിച്ച ശേഷം തലയ്ക്ക് കുറച്ചൊന്നല്ല കുത്തിക്കഴപ്പ് കൂടിയാക്കണത്. എന്തൊരു തള്ളേടാപ്പാ, ഭയങ്കര സാധനം തന്നെ. മനുഷ്യർക്ക് ഉറങ്ങാനും പറ്റുമെങ്കിൽ എന്തൊരു വയ്യായിട്ട്. ഇങ്ങനെ എന്തൊരു ഛർദി, ഏത് നേരം ഛർദി തന്നെ. ഛർദിച്ച് ഇവരുടെ കുടലും പണ്ടൊക്കെ പുറത്ത് വരുവാനാവും. എന്തിന്റെ കേടാ? നിങ്ങൾക്ക് വല്ല മാറാരോഗം ഉണ്ടെങ്കിലേ ആശുപത്രിയിലും പോയി കിടക്ക്. മറ്റുള്ളവർക്ക് രാത്രിയാണ് കുറച്ചു നേരം സമാധാനത്തോടെ കിടക്കാൻ പറ്റുന്നത്. അതിനും സമ്മതിക്കില്ല പറഞ്ഞ അതൊരു കഷ്ടം തന്നെ. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഒച്ച കേട്ടാ നിങ്ങൾ പിന്നെ ഈ വീടിന്റെ പുറത്തായിരിക്കും കിടക്കണ്ടാവുക. ഇന്ന് ഡോക്ടർ ഇല്ലെന്ന് ലീവ് അത്രേ. നാളെ എത്ര ഡോക്ടർ ഉണ്ടാവുള്ളൂ. എന്റെ മരുമകളെ നോക്കിയ ഡോക്ടർ തന്നെ. എന്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എങ്ങനെ ഞാൻ ഇതൊക്കെ അവളുടെ അടുത്ത് പറയണത്? ഒരു പേരക്കുട്ടിയായി. എന്നിട്ടിപ്പോ അമ്മായിമ്മയ്ക്ക് വയറ്റില്ലാന്ന് അറിഞ്ഞ അവളെന്നെ കൊല്ലും. വയറ്റിലോ? ഇവർക്കോ? പൊടച്ചോനെ, എന്താ ഞാൻ കേൾക്കണം? അത് ശരി, അതിപ്പോ മൂടി വെക്കാൻ പറ്റുന്ന കേസൊന്നും ഇല്ലല്ലോ.
ഇപ്പൊ തന്നെ മാസം എത്രയായി പറഞ്ഞിട്ടാ. ആ നാളെ എന്തായാലും പോവാ. നിങ്ങളെ ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നാ മതി, ഞാൻ അവിടേക്ക് വരാം. വേണ്ട വേണ്ട, ഇപ്പൊ ആരോടും പറയണ്ട, നമുക്ക് സമയമാകുമ്പോ പറയാ. ഇവരിത്ര കാര്യമായിരുന്നോ? നാണക്കെട്, നാട്ടുകാരെ മുമ്പിട്ട് നാറി പുഴുക്കുമല്ലോ. ഇവർക്ക് ഇത്രയ്ക്കൊക്കെ മുട്ടി നിൽക്കുമായിരുന്നോ കാർമ്മം പിടിച്ച തള്ള? മകനും മരുമോളും പേരക്കുട്ടിയും ഒക്കെ ആയി, എന്നിട്ടാണ് തള്ളന്റെ. നാട്ടുകാർ മുമ്പിൽ ഞാൻ ഇനി എങ്ങനെ റബ്ബേ? അതൊക്കെ പോട്ടെ, എന്റെ വീട്ടിലറിഞ്ഞാലോ? അയ്യേ, ഞാൻ എങ്ങനെ കണ്ടെടുത്ത് പറയുക? പാവം, അതറിഞ്ഞ ചൂടാറുന്നതിന് മുമ്പേ ഉമ്മാക്ക് വിളിച്ചറിയട്ടെ. ആ പറടി ഉമ്മ, കേക്കണം ഇവിടുത്തെ കാര്യങ്ങള്. എന്താടി? അത് പറയാനേ എനിക്ക് നാണക്കടാവണു. നീ പറ പെണ്ണേ. ഇവിടെ ഒരാൾക്കേ വിശേഷമുണ്ട്. വിശേഷ? ആർക്കും നിക്കാ? പെണ്ണേ, അവൻ പോയിട്ട് 4 മാസായില്ലേ? പിന്നെങ്ങനെയാ? ഓ, ഒന്ന് പോന്നു, ഇനി എനിക്കൊന്നല്ല. പിന്നെ ആർക്കാ? എന്റെ അമ്മായിമ്മക്ക്. ആർക്ക്? കെട്ടിയോ മരിച്ചിട്ടിരിക്കണില്ല ഇവിടെ, എന്റെ പുഞ്ഞാരമ്മായിമ്മ, അവർക്ക്. പെണ്ണ, നീ എന്തൊക്കെയാ പറയണത്? നിന്റെ നാവിന് ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത പറയണ്ടാട്ടാ. എനിക്കറിയാം ഉമ്മ എങ്ങനെയാ പറയുള്ളൂന്ന്. ഞാൻ പറഞ്ഞതേ സത്യാണ് ഉമ്മ. കഴിഞ്ഞ 1.5 മാസമായിട്ടേ അവർക്ക് വെറു ഛർദിയാ. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ? എന്റെ അമ്മായച്ചൻ മരിച്ച ശേഷം അവരങ്ങനെ തീറ്റയും കൂടിയൊന്നും ഇല്ല, അപ്പൊ അതിന്റെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ അവരുടെ ആശുപത്രിക്ക് പോകുന്ന പറയുകയും ചെയ്തേ. എവിടെ പോണ്? ഇതല്ലേ കോലം. ഈ കോലം കൊണ്ട് ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? ഡോക്ടർമാരറിഞ്ഞ അതും ഭർത്താവ് മരിച്ചൊരു സ്ത്രീ, അത് ഈ പ്രായത്തില്. നന്നായിരിക്കും. എന്നാലും എന്റെ റബ്ബേ, അവര് ഇത്ര കാര്യമൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എനിക്കെന്തോ ഇതൊന്നും കേട്ടിട്ട് അത്ര വിശ്വാസമാവണില്ല. വിശ്വസിക്കണ്ട, ഇത് മൂടി വെക്കാൻ പറ്റുന്ന കേസൊന്നുമല്ലല്ലോ. നിങ്ങളെ വഴി അറിഞ്ഞോളൂ. നിങ്ങൾ മാത്രല്ല, നാട് മൊത്തം അറിയുകയും ചെയ്യും, നാറും ചെയ്യും. വയ്യ, കെട്ടിയോ മരിച്ചിരിക്കുന്ന തള്ളന്റെ ഓരോരോ കോപ്രായത്തരങ്ങളെ. അല്ല, നീ ഇത് മരുമോന്റെ അടുത്ത് പറഞ്ഞ? ഇല്ലമ്മ, അതിന് ഞാൻ തന്നെ ഇപ്പഴാ അറിയണതേ. ഞാൻ രാവിലെ ഇവിടെ കോലായി അടിച്ചു വരുമ്പോഴേ ഇവര് റൂമിൽ ഇരുന്നിട്ട് ഇവരെ കള്ളക്കാമുവിന്റെ അടുത്ത് സംസാരിക്കുന്നു. നാളെ കള്ളക്കാമുവിനും തള്ളയും കൂടി ചെക്കപ്പിന് പോവുക അത്ര. നല്ല കോലം. എന്തായാലും നീ മരുമോന്റെ അടുത്ത് കാര്യങ്ങൾ പറ. ഇത് പൊളിച്ചും മറച്ചും വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ശരി. എന്താ ഞാൻ പറയാ? അയ്യ, കുടിക്ക് നന്നായി കുടിക്ക്. ഈ സമയത്തെ വെള്ളം നന്നായി കുടിക്കണം. ഇന്നലല്ലേ കുട്ടി കിടക്കണോടെ വെള്ളം ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിലേ ബുദ്ധിമുട്ടാവും. വയസ്സാം കാലത്ത് തള്ളന്റെ ഓരോരോ കോപ്രായത്തരങ്ങള്. നാണുമാനില്ലാത്ത തള്ള. എന്തെങ്ങനെ വിളിച്ചു നിക്കണ്? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങളെ നാട്ടുകാര് വീട്ടുകാരൊക്കെ മുമ്പിൽ നാണം കെടുത്താൻ തന്നെയല്ലേ നിക്കണ? കണ്ടില്ലേ, ഒരൊറ്റ ചവിട്ട് കൊടുക്കാനാ തോന്നുന്നത്. നിങ്ങൾക്ക് ഇത്ര മൂത്ത് നിക്കണെങ്കിലേ നിങ്ങൾക്ക് വേറെ കല്യാണം കഴിച്ച് പൊക്കൂടതല്ലേ? ഈ നാണം കെട്ട പരിപാടിക്ക് നിക്കണോ? കെട്ടിയോ മരിച്ചിട്ട് ആകെ 4-5 മാസമായിട്ടുള്ളൂ, അപ്പത്തിനും തുടങ്ങി തള്ളക്ക് ഇളക്കാം. ഇതിലും ഭേദം വേശികള. നീ ഒന്ന് നിർത്തുണ്ടോ? നീ എന്താ ഈ വായിട്ടടിക്കുന്നത്? അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു തള്ളേ. തള്ളല്ല, ചെറുപ്പക്കാരി. പ്രായ രൂപത്തിലല്ലേ ഉള്ളൂ, മനസ്സിലില്ലല്ലോ. മനസ്സിലിപ്പോഴും 18-കാരിയല്ലേ, 18-കാരി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ വരും. നിങ്ങളുടെ ഇവിടുത്തെ ലീലാവിലാസങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാണ്ട് ഞാൻ അവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടാ. ബാക്കിയൊക്കെ മകൻ വന്നിട്ട് തന്നോളും. എടി ശരിയ, നീ ഞാൻ പറയണൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഞാനേ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാ. കണ്ട കളവൻ കാമോന്റെ ഒക്കെ കൂടെ കൂടിയിട്ടേ വയറ്റിലുണ്ടായ ഈ സന്തതിനെ 10 മാസം ചുമന്നും കൊണ്ട് പ്രസവിക്കാന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ബാക്കി നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഞങ്ങക്കേ നാട്ടുകാര് വീട്ടുകാരൊക്കെ മുമ്പിലേ നാളെ പുഴുക്കാൻ വയ്യ. നിങ്ങൾ നാളെ ആ കളവൻ കാമോന്റെ കൂടെ ചക്കപ്പിന് പോട്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോഴേ അതങ്ങോട്ട് കളഞ്ഞോ, അതാ നല്ലത്. ഇപ്പോഴാണെങ്കിൽ ആരും അറിഞ്ഞിട്ടുമില്ല. ശരി, നീ കാര്യം അറിയാണ്ട കേട്ടോ സംസാരിക്കുന്നത്. നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, എനിക്ക് വയറ്റിലുണ്ട്. പക്ഷെ ഈ കുട്ടീനെ ഞാൻ ഒരിക്കലും കളയില്ല. അപ്പൊ ഇതാണ് നിങ്ങളുടെ തീരുമാനല്ലേ? ശരിയാക്കി തരാം. നിങ്ങളുടെ മകൻ ഇങ്ങോട്ട് വെക്കേട്ടോ, ശരിയാക്കി തരാം ഞാൻ.